നമ്മുടെ ഇളയമകൻ്റെ ബെനീഷ് ബാസിന്റെ വിവാഹത്തെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും വിവാഹം എന്ന് പറയണമെങ്കിൽ ഞാൻ പാവപ്പെട്ട ആളായിരുന്നു. 15 വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്ക്. ഞാനൊരു സാധാരണ ഒരു കുടിലിൽ താമസിക്കുന്നതാണ്. അതിലും താഴെയുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അമ്മച്ചിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. ബെനീഷിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അമ്മച്ചിയുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് കൊച്ചിനെ താലോലിക്കാനെങ്കിലും അല്ലെങ്കിൽ കാണാനെങ്കിലും ഒരു ഭാഗ്യം ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിനെ അറിയിക്കുന്നത് നമ്മളൊരു കാര്യം. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ബെനീഷിനെ നോക്കണമെന്നല്ല എല്ലാരും പറയണം, അമ്മച്ചിനെ അമ്മച്ചിനെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ അല്ല അത് പറഞ്ഞപ്പോൾ തമിഴിലൊക്കെ വിജയൊക്കെ വരുമോ? ഇത്ര ഉയരത്തിലിരിക്കുകയാണെങ്കിലും എളിമയുണ്ട് ധാരാളം. അമ്മ കരയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അച്ഛൻ കരയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. അച്ഛന്റെ എരിയുന്ന മനസ്സ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും കരയുന്നത്. ഉള്ളിലെ വേദന, വാക്കുകളുടെ വേദന. ആണുങ്ങൾ എത്രയോ അനുവദിച്ച് കൊണ്ടുവന്ന് കൊടുത്താലും പെണ്ണുങ്ങൾ ആണുങ്ങൾ വില വെക്കല. അമ്മച്ചിയുടെ ചെറിയ ആഗ്രഹങ്ങൾ ഇതൊക്കെ കേട്ടോ. എല്ലാരും പറയണത് അവരുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കണായിട്ടാണ് അവര് കണ്ടേക്കുന്നത്. ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ, ചേട്ടൻ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുന്നത്. എന്നെ അറിയാം അവർക്ക്. എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാവർക്കും അറിയാം. ഞാൻ അത്ര ഫ്രണ്ട്ഷിപ്പല്ല അവരുമായിട്ടൊക്കെ. നമ്മൾ കഷ്ടപ്പെടും, മക്കളും കഷ്ടപ്പെടും. നോക്കാൻ പറഞ്ഞ ആൾക്കാർ ആ സമയത്ത് ഇവരാരും ഇല്ല, ഈ അമ്മനാണോ ഒറ്റക്ക് എടുത്തേക്ക് നോക്കാൻ ആരുമില്ല. ആ പരാതി കൂടി ഇവരാക്കണം. നമ്മൾ ചെന്ന് കല്യാണം വിളിക്കുമ്പോൾ അവർ വരുമെന്നൊന്നും സാധാരണക്കാരൻ്റെ ഒരു ഗുണ്ടയൊക്കെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലൊക്കെ അവർ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിളിക്കുന്നത് നമ്മളുടെ മര്യാദ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. അപ്പൊ എന്തായാലും കല്യാണം നടക്കാൻ പോവാണ്. 5 വർഷത്തെ പ്രണയം. ആദ്യം പ്രണയം പറഞ്ഞ ആരാണ്? ആദ്യം പ്രണയം പറഞ്ഞത് താരയാണ്. എവിടെ വെച്ചാൽ നിങ്ങൾ കാണുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മെസ്സേജ് വന്ന കൂട്ടത്തിൽ താരയുടെയും വന്ന് അങ്ങനെ ഞങ്ങളൊരു പ്രോഗ്രാം ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ താര എൻ്റെ കൂടെയുള്ള ആളാണ് എടുക്കുന്നത്. ഫോൺ ചെയ്യുമ്പോൾ ഒരു ദിവസം താരയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫാൻ ഗേളാണ്, ഒരു ദിവസം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കാണണമെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ഒരുപാട് കോളമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കാണാറൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ ഏരിയയിൽ വരുമ്പോൾ കാണാൻ അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞ് പുള്ളിക്കാരത്തി ചോദിക്കാൻ പറഞ്ഞു എവിടെ ജോലി ചെയ്യുന്നത്? ആലുവയിലാണ്. അപ്പോൾ ആലുവയിൽ എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടാകുമ്പോൾ ഞാൻ പറയാമെന്നുണ്ട്. അങ്ങനെ അറിയിച്ച് അവരുടെ ഓഫീസിൻ്റെ അടുത്തൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കണ്ട് സെൽഫിയൊക്കെ എടുത്ത്. അപ്പോഴൊന്നും പ്രണയം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കോണ്ടാക്ട് നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 3 വർഷം ഞങ്ങളൊരു ഫ്രണ്ട്സായിരുന്നു, നല്ല അടിപൊളിയായിട്ട്. എൻ്റെ വീഡിയോസൊക്കെ പണ്ടുകൂടി കാണുന്ന ആൾക്കാർ. എൻ്റെ അമ്മച്ചിനെയാണ് എന്നെക്കാളും കൂടുതൽ ഇഷ്ടം, അമ്മച്ചിനെ ഇഷ്ടപ്പെട്ടതാണ്. അത് അമ്മച്ചിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ശരിക്കും അങ്ങനെ 3 വർഷം ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെ. പിന്നെ 2 വർഷമാണ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്ക് എൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പൊട്ട ബുദ്ധിയായിരുന്നു അത്. ദൂരത്ത് നിന്ന് എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. അഥവാ ലോകത്തിൻ്റെ എവിടെ ഉദ്ഘാടനത്തിൽ വിളിച്ചാലും പോകുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ നോക്കാറില്ല. തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ്. കല്യാണം വരുമ്പോൾ ദൂരത്ത് നിന്ന് വരണ്ടെന്നാണ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അടൂരിൽ നിന്ന് ഒരു കാര്യം വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ആ പെണ്ണിനെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാനുള്ള ഒരുപാട് സമയം ഉണ്ടായിരുന്നു, എന്നെ അറിയാനും താരനെ അറിയാനും. അങ്ങനെ ആ സമയം കൊടുത്ത കാരണം ഒത്തിരി കാര്യങ്ങൾ അവൾക്ക് അറിയാം. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടുകാരെയും അറിയാം. വീട്ടിൽ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവൻ പറഞ്ഞവരെ എനിക്കും വളരെ ആഗ്രഹം തന്നെ അടുത്തുനിന്ന് കിട്ടണമെന്നുള്ളത്. ഇവിടേക്ക് 2 പേരും കല്യാണക്കാര്യം വന്നപ്പോൾ മൂത്തമാന് ഞാൻ അതിര് പറഞ്ഞു വിടും. പൂവർക്ക് വെച്ച് ചെല്ലാനും വേണ്ട, കണ്ണാലും വേണ്ട, കുമ്പളങ്ങി, എറണാകുളം, ഇങ്ങനെ വള്ളുരുത്തി, ഇങ്ങനെ ചുറ്റി വന്ന സ്ഥലത്തും മാത്രം മതി. അതെന്താ കാര്യം? അതെന്താ കാര്യം? എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അറിഞ്ഞൂടാ, ആരെങ്കിലും കൂടെ ഇല്ലാതെ പോകില്ല. രണ്ടാമത് എന്തോരം വണ്ടിക്കാശാവും, ആ വണ്ടിക്കാശ് പാടാകല്ലേ. അപ്പം ഇന്ന സ്ഥലത്തുനിന്ന് മതിയെന്ന് ഇത്ര സ്ഥലം അതിര് പറഞ്ഞു വിട്ടേക്ക്. ആ അതിരിനകത്താണ് കൊണ്ടുവന്നത്. ഇയാൾ പോട്ട് വെച്ച് മൂത്തമാൻ്റെത് പള്ളുരുത്തി. അപ്പം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ ദൈവം അത് കേട്ട്. ഇപ്പം ഇവൻ പ്രതീക്ഷിക്കാത്ത ഇതാണ് കൊണ്ടുവന്നത്. അപ്പം ഇവൻ്റെ കാര്യത്തിന്
പറഞ്ഞിട്ടില്ല. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു. അതിന് പറഞ്ഞിട്ടില്ല. അതിന് പറഞ്ഞിട്ടില്ല. അതിന്റെ അപ്പുറമായി പോയി ഇവൻ. അല്ല, നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിയാം. അപ്പൊ അതിലേ ഇല്ല. അതിനപ്പുറത്തേക്ക് വീട്ടിൽ കൊണ്ടുവന്നു. എന്നാലും ടെൻഷനായിരുന്നു, അത്രയും ദൂരെ എങ്ങനെ പോയി വരും. ഇവരായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി പോയി ഞാൻ. ഇവർക്ക് ഇത്ര ദൂരമായിട്ട് എത്തല്ലേ ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ആളായത് എനിക്കത് വലിയ ദൂരമല്ല. അപ്പൊ ഇവര് അളിയനും ചേച്ചിയും ചേച്ചിയുടെ കൊച്ചും ചേട്ടന്റെ മകനും അജയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഇവർക്ക് ദൂരം കൂടുതലാണെന്ന് പറയുമ്പോ എനിക്കത് ദൂരമായിട്ട് തോന്നിട്ടില്ല. യാത്ര ചെയ്യണോണ്ട് പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ആൾക്കാരുടെ ജീവിതം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറേ വർഷം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാവപ്പെട്ട ആളായിരുന്നു. 15 വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്ക്. ഞാനൊരു സാധാരണ ഒരു കുടിലിൽ താമസിക്കുന്ന ഒരാളാണ്. അതിലും താഴെയുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാണ് നമ്മളായിട്ട് പൊരുത്തപ്പെട്ട് പോകുള്ളൂ എന്ന ഒരു മനസ്സിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. വേറെ ആൾക്കാരിലേക്ക് അത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഞാനൊരു പാവപ്പെട്ട വീട്ടിലത്തെ, ശരിക്കും പാവപ്പെട്ട വീട്ടിലെ സാധാരണ ഒരു കുട്ടിയാണ് താര. ഭയങ്കര നല്ല സ്വഭാവവും കാര്യങ്ങളും. താര വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേ ഈ വിദേശത്തേക്ക് ആൾക്കാരെ പഠിക്കാനൊക്കെ ഉള്ളൂ, കുട്ടികളെയൊക്കെ സ്റ്റഡി. അതെ, എനിക്ക് അറിയാൻ പോലെ പേരെനിക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ ആണ്. കുഴപ്പമില്ലാത്ത പേടിയാണ് ഇപ്പം ചെന്നെങ്കിൽ ഈ പെട്ടെന്ന് ഒരു കല്യാണം ഉറപ്പിച്ചെന്ന് പറയുമ്പോൾ മടിയായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലുണ്ടായത്. ഈ കല്യാണം എനിക്ക് വേണമെങ്കിൽ 2-3 വർഷം മുമ്പ് നടത്താറുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും, എടാ നടത്താം, നമുക്ക് നടത്തണ്ടേ, അത് കുറച്ചാളെ കഴിയട്ടെ, കുറച്ചാളെ. അല്ല, അത് ശരിയാണ് ഈ പറഞ്ഞ പോലെ അന്ന് വേണ്ടി നടത്താൻ. പക്ഷെ നമ്മളൊന്ന് യാത്ര ചെയ്ത് എല്ലാം പഠിച്ച് അപ്പോഴും പറഞ്ഞു കൂടി കല്യാണം ഒന്ന് ആയിട്ട് അങ്ങനെ മെന്റാലിറ്റി ഉണ്ടായിരുന്നു. ഇവനതിനെ കാത്തിരുന്ന ഞാൻ കല്യാണം കഴിച്ചാലേ കൊച്ചേട്ടൻ നിൽക്കണില്ലേ, കൊച്ചേട്ടൻ്റെ കഴിയാതെ എനിക്ക് വേണ്ട എന്നുള്ളൊരു കട്ടായം പറയാറുണ്ട്. കൊച്ചേട്ടൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ്, അത് കൊച്ചേട്ടൻ പറഞ്ഞ് നീ ഇത് നടത്ത്, അല്ലാതെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് കുറെ നിർബന്ധിച്ച്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. പക്ഷെ ഈ കല്യാണം അതീവ രഹസ്യമായിട്ടല്ല എൻഗേജ്മെന്റ് വെച്ചത്. ആരും അറിയില്ല, ഒരാളും അറിഞ്ഞില്ല എന്നുള്ളതാണ്. സഹിനില്ലെങ്കിൽ ലോകം അറിയില്ല. അതെ അതെ, സഹിന നിന്നെ സമ്മതിച്ച ഏറ്റവും സുഹൃത്താണ് സഹിൻ, എനിക്കറിയാം. അതിനൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ 5 വർഷം പ്രണയിച്ചു, അല്ലെങ്കിൽ 5 വർഷമായിട്ട് കണ്ട പെണ്ണാണ്. പക്ഷെ ഞാൻ സമൂഹത്തോട് പറയുമ്പോൾ എനിക്കൊരു ഉറപ്പ് വേണം. ചിലപ്പോൾ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു സമൂഹത്തിനെ അറിയിക്കുന്നു നമ്മളൊരു കാര്യം. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം നമ്മളൊരു സമൂഹത്തിൽ, ഞാൻ പറയാൻ നേരത്ത് എനിക്കൊന്ന് ഒത്തിരി പേര് മലയാളികൾ അത് കേൾക്കാൻ ആളുണ്ടാവും, കാണാൻ ആളുണ്ടാവും. അപ്പോൾ അങ്ങനെ അത്ര വിശ്വാസമാണ് എന്നെ, എൻ്റെ അമ്മച്ചിനെയും. ആ വിശ്വാസത്തേക്ക് ഒരു കോട്ടവും പറ്റാൻ പാടില്ല നമ്മളൊരു കാര്യം പ്രഖ്യാപിക്കാൻ നേരത്ത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്കനുസരിച്ച് വീട്ടുകാരെ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ സമൂഹത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞത് ഞാനൊരു പെണ്ണ്. അത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്? എൻഗേജ്മെന്റ് അല്ല, അത് കഴിഞ്ഞത് ഒരു പെണ്ണിനെ കണ്ടിട്ട് ഉറപ്പിക്കല് ഡേറ്റ് എടുത്തിട്ടില്ല മാത്രമേ ഉള്ളൂ. അവര് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്, ഞങ്ങൾ കൊച്ചിക്കാർ വന്ന് അച്ചാരക്കല്യാണം എന്ന് പറയുന്നത്. അച്ചാരക്കല്യാണം പണ്ട് അച്ചാരം എന്ന് പറയുന്നത് അറിയാലോ, അച്ചാരം കൊടുക്കുന്നത്. അപ്പൊ ഇല്ല, അതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അച്ചാരക്കല്യാണം എന്ന് പേരിട്ട് കൊച്ചിക്കാർ പറയുന്നത്. കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് കഴിഞ്ഞ ഒരു ഉറപ്പിക്കലിന് തുല്യമാണത്. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് തീരുമാനിച്ചില്ല അന്ന്. ഹാളിൻ്റെയും പള്ളിയിലേക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഡേറ്റ് തീരുമാനിക്കാത്തത്. എന്തായാലും അടുത്ത വർഷം അങ്ങോട്ട് വരും. പെണ്ണ് സഹിതം ഒരു 10-30 പേര് വരും. അതും ചെറിയൊരു ചടങ്ങാണ്. വീട്ടിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തത് ഇവിടെ വെച്ച് തന്നെ. അപ്പോഴും ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ, പുറത്ത് വിട്ടില്ല ഈ കാര്യം. അപ്പോഴും എനിക്ക് പുറത്ത് വിടാൻ തോന്നിയില്ല. പിന്നെ അത് ഇവരങ്ങോട്ട് വന്ന് ഉറപ്പിച്ച് ഈ അച്ചാരക്കല്യാണം കഴിഞ്ഞ് പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിലാണ് ഞാൻ ആൾക്കാരെ അറിയിച്ചത്. അപ്പൊ നിങ്ങൾ ആ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്താണല്ലോ സഹിം വരുന്നത്. സഹിം വന്നുകൊണ്ട് ഇത്ര ആൾക്കാർ പബ്ലിക്, ഞാനോർത്ത് എൻ്റെ ചാനലിലൂടെ തന്നെ അറിയിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച ഫോട്ടോ. ഞാനിട്ടാലും ലോക മലയാളികൾ കാണും. ഇതിലേറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിനെയും എന്നെയും കണ്ടിട്ടിരിക്കുന്ന ഒരു സ്റ്റോറി പോലെയാണ് കാണുന്നത്. വീട്ടിലെ മീൻ വെക്കണയാണെങ്കിൽ അല്ലാത്ത ഞങ്ങളുടെ പരിഭവവും സന്തോഷമൊക്കെ അവരെ അറിയിക്കാറുണ്ട്. എനിക്കൊന്ന് ഞാൻ സിനിമയിൽ നിന്ന് വിട്ട് നിന്നതിന് ശേഷം സ്റ്റാർ മാജിക്കിലൂടെ തന്നെ അറിയുന്നത് കുറേ ആൾക്കാർ.
അതിനുശേഷം ഞാൻ സ്റ്റാർ മാജിക് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലോഗിലൂടെ ആൾക്കാർ അറിയുന്നത്. എനിക്കൊന്ന് സിനിമ കാണാൻ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ പരിപാടി കാണുന്നത്. അത് വെച്ചാൽ ഞാനൊരു സ്ഥലത്തേക്ക് വെറുതെ പോയാൽ തന്നെ സിനിമയുടെ കാര്യമല്ല പറയുന്നത്, ഈ ഒരു കാര്യം എല്ലാവരും തന്നെ എല്ലാവരും മൊബൈലിൽ കയ്യിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൻ്റെ ഒരു സിനിമ കാണണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഒരു കല്യാണം. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഈ ഫോട്ടോയും റീൽസൊക്കെ വന്നപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. അതൊന്നും നമ്മുടെ കയ്യിരിക്കണല്ല, ദൈവത്തിൻ്റെ കയ്യിരിക്കുന്നതാ. ഇനിയാണ് ജീവിതത്തിൻ്റെ അങ്ങനെ തുടങ്ങാൻ വേണ്ടി പോണത്. ഞാൻ അങ്ങനെ ഒരു സിനിമ ിലൊക്കെ അഭിനയിക്കണോണ്ട് ഞാനൊരു കഥയായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒത്തിരി പേര് ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ 10-12 വർഷമായിട്ട് ബ്ലോഗ് ഇടുമ്പോൾ അന്നേരത്ത് 80% വരുന്നത് കല്യാണം കഴിക്കാതെ അമ്മച്ചിനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞത് അതായത് കല്യാണം കഴിക്കാത്തത്. അത് കേട്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. നമുക്കൊരു കല്യാണം ഉറപ്പിക്കണ്ടേ. അപ്പം അങ്ങനെ എല്ലാവരും മൂന്നാമതൊരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീഡിയോ ആണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ പല പരിഭവങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. ഇനിയുള്ള ജീവിതത്തിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞുള്ള ജീവിതം എങ്ങോട്ട് പോകുമെന്ന് കണ്ടറിയണം. ഏത് സുഹൃത്തുക്കൾക്ക് അറിയായിരുന്നു ഈ പ്രണയം? പ്രണയം അറിയാവുന്നത് ഈ ബിഗ് ബോസിൽ പോയേക്കണ അനുവിനെ അറിയാമായിരുന്നു, ലക്ഷ്മി നക്ഷത്രക്ക് അറിയാമായിരുന്നു, അതുപോലെ തന്നെ അനൂപ് സാറിന് അറിയാമായിരുന്നു, ശ്രീവിദ്യ, ഐശ്വര്യ, അത്രയും പേർക്ക് 2 വർഷമായിട്ട് അറിയാമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുറത്തൊന്നും പറയരുതെന്ന്. അവർ പല ഇൻ്റർവ്യൂവിലും അനുവിനോടൊക്കെ ചോദിച്ചതാ എന്താണ് ടീമിനെ കല്യാണം കഴിപ്പിക്കണ്ടേ അതൊക്കെ ചോദിക്കുമ്പോൾ ടീമിൻ്റെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും എന്നൊരു ഉറപ്പ് ഇത് അങ്ങനെ പറയുമായിരുന്നു. ലക്ഷ്മിയൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. പെണ്ണുചേട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും രഹസ്യമായിട്ട് വെച്ച് അവരും അത്ര രഹസ്യമായിട്ട് വെച്ചു എന്നുള്ളതാണ് വിശ്വാസം. അതെ. ലക്ഷ്മി ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 3-4 പേരും പറ്റി. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കൂടി ഞാൻ ഇപ്പം ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മി വല്ല കല്യാണക്കാരും പറ്റുന്നുണ്ടെങ്കിൽ ബെനീഷിൽ കൂടി നോക്കണം. അപ്പോൾ അമ്മച്ചി നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോൾ ബെനീഷിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അമ്മച്ചിയുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു പ്രതികരണമൊന്നുമില്ല, വരട്ടെ, ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടാ, കണ്ടുവച്ചിട്ട് കൊണ്ടുവരട്ടെ. ലക്ഷ്മിയുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഇല്ല, അപ്പം അമ്മച്ചി അത് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞു മകൻ്റെ കാര്യമല്ലേ, സ്വീകരിക്കും, പറ്റുന്ന അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അതിനെപ്പറ്റി അതിന് അറിവിനോട് ചോദിച്ചു എങ്ങനെയാണ് ബെനീഷ് ഒരു പെണ്ണിനെ ഇതായിട്ടുണ്ടെങ്കിൽ പെങ്ങളെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് തന്നെയാണത്. അവർക്ക് അതൊന്നും എല്ലാം പരീക്ഷയാണ്. അമ്മച്ചി എന്താ പറയുന്നതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ അവിടെ നിന്നെങ്കിലും പിടിച്ചോണ്ട് വരാൻ നമ്മൾ പറഞ്ഞോണ്ടിരുന്നു അല്ലേ? പ്രായം പോയിക്കൊണ്ടിരിക്കല്ലേ, കാണാനൊരു ആഗ്രഹം. നേരത്തെ പറഞ്ഞ അമ്മച്ചി ഏറ്റവും ഉള്ളിൽ നിന്ന് പറഞ്ഞ കൊച്ചിനെ താലോലിക്കാനെങ്കിലും അല്ലെങ്കിൽ കാണാനെങ്കിലും ഒരു ഭാഗ്യം ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ അത്ര എനിക്കിപ്പോൾ സാധിക്കുള്ളൂ. എൻ്റെ അമ്മയുണ്ട് അവിടെ എനിക്കാണ്. ആ അമ്മ എന്ത് രംഗം വന്നാലും അമ്മ സ്വീകരിക്കും, ചെയ്യും. അപ്പൊ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ബെനീഷിനെ നോക്കണമെന്നല്ല എല്ലാരും പറയണം, അമ്മച്ചിനെ നോക്കണമെന്ന് പറഞ്ഞ ഉത്തരവാദിത്വമായിപ്പാ. നമ്മളൊരു സമൂഹത്തോട് ഉത്തരവാദിത്വം പറയേണ്ട. എൻ്റെ കല്യാണം ഒരു ഉത്തരവാദിത്വമാണ്. അതെങ്കിൽ അത്രയും ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ കൂടെ കൂടുതൽ അമ്മച്ചിനെ സ്നേഹിക്കുന്നത്. അമ്മച്ചിനെ പൊന്നുപോലെ നോക്കാൻ പറഞ്ഞോട്ടോ അവളോട്. എൻ്റെ കാര്യമല്ല പറയണ, അമ്മച്ചിനെ നോക്കണം. വന്ന് കയറപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷനായിപ്പാ. അതെ. അമ്മച്ചിക്കൊരു ചെറിയ അസുഖം വന്നാലേ എനിക്ക് നല്ല ധൈര്യമുള്ള ആളാണ്. എനിക്ക് വന്ന അമ്മച്ചിനോട് വർത്താനം പറയാൻ അമ്മച്ചിയുടെ അസുഖം മാറും. 2 പേരും ഇല്ലേ എന്ത് ടെൻഷൻ അടിക്കുമെന്ന് അറിയാമോ? ഞാൻ പറയും ഇത് നിസ്സാരമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഇങ്ങനെ ടെൻഷനൊക്കെ അറിയാം. ഇപ്പൊ എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ഇതായിട്ട് ഇപ്പൊ വൊമിറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഈ 2 പേരും കൂടി ഇരുന്ന് കുത്തിയിരുന്ന് കാര്യം. അപ്പോൾ ഞാൻ പറയും ഇത് വെറുതെ എന്തെങ്കിലും ഫുഡിൻ്റെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോഴും ഭയങ്കര ടെൻഷൻ. ഡോക്ടർമാർ പറയണത് എന്താണെന്ന് പോലും കേൾക്കാനുള്ള ഇതൊന്നും ഇല്ല, അത്രയും ടെൻഷനായിരിക്കും. അപ്പം ഞാൻ പറയും ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറയണ കേട്ടിട്ടില്ലേ, എന്നാലും ടെൻഷനാണ്. പുറത്ത് നിന്നിട്ട് പിന്നെ കേട്ടിട്ട് അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു പനി വന്നാലും അങ്ങനെ തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ ഈ കല്യാണം ഉറപ്പിച്ച് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം എനിക്ക് ഇന്നലെ ഒരു വലിയൊരു ഇവന്റ് ഉണ്ടായിരുന്നു, ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു പാലക്കാട്. പതിവിലും കൂടുതൽ ആൾക്കാർ വന്ന്, സാധാരണ അത്രയും പേര് വരാതെ ഈ കല്യാണം കൂടി അറിഞ്ഞവനെ കാണാൻ വേണ്ടി ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. അവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു ആർട്ടിസ്റ്റൊക്കെ വരുന്നതിൻ്റെ ഒരു ആംബിയൻസ് അവിടെ
ഞാൻ തന്നെ കിരിങ്ങിപ്പോയി. നമ്മളൊക്കെ സാധാരണ ചെല്ലാൻ ഇത്ര ആൾക്കാരുണ്ടാകാറില്ല. നോക്കിയപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി വന്നേക്കണം ഒത്തിരി പേര്. അപ്പോൾ എല്ലാവർക്കും കല്യാണത്തിൻ്റെ വീഡിയോ പറഞ്ഞാൽ മതി. എല്ലാവരും പറയണത് അവരുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കണതായിട്ടാണ് അവർ കണ്ടേക്കുന്നത്. ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും വരും കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്നാന്ന് ഓർത്തത്, നമ്മുടെ നാട്ടിൽ നിന്നല്ല, പാലക്കാട് എന്ന് പറയുന്നത് ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ, ചേട്ടൻ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുന്നത്. ഇത്ര അനുഗ്രഹിച്ചല്ലേ മകനെ. നല്ല കാര്യമല്ലേ എനിക്ക് അങ്ങനെ വരുന്നത് ഇഷ്ടമായിട്ടല്ലേ. അമ്മച്ചിക്ക് 4 മക്കളുള്ള 4 നല്ല രീതിയിൽ തന്നെ പോണല്ലേ. അത് തന്നെയല്ലേ അമ്മച്ചിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അവിടെ വെച്ചിട്ടേ, എന്നിട്ട് ചില ആൾക്കാർ, പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആലിംഗനമൊക്കെ ചെയ്ത് അമ്മച്ചിനായിട്ടുള്ള സ്നേഹമാണ് എന്നെ അറിയിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പെണ്ണിൻ്റെ പേരെന്താണ്, താര എന്നാണ്, എവിടെ നിന്നാണ്, ഞങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പ്രായമുള്ള ആൾക്കാരും ആ അമ്മച്ചിയുടെ സ്നേഹം കാണിക്കുന്നത് എൻ്റെ അടുത്താണ്. ശരിക്കും എന്നോടുള്ള സ്നേഹമല്ല. അമ്മച്ചിക്ക് ഇത്ര എനിക്കൊന്ന് ഒരു സിനിമയിലൊക്കെ ഒരു വലിയ ക്യാരക്ടർ അല്ലെങ്കിൽ നായികയായിട്ടൊക്കെ അഭിനയിക്കുന്നവർക്ക് കിട്ടാത്ത ഒരു സ്നേഹം ലോക മലയാളികളുടെ ഇടയിൽ നിന്ന് അമ്മച്ചിക്ക് കിട്ടുന്നുണ്ട്. കോഴിക്കോടിൽ നിന്ന് വീഡിയോ എടുക്കുന്ന അമ്മച്ചിയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ജനങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ പരിസരത്തും മാത്രം അറിയപ്പെടുന്ന എൻ്റെ അമ്മച്ചി ലോകത്തിൽ മലയാളികളുടെ ഇടയിൽ ചർച്ചയായി. അമ്മച്ചിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായി. അത് അമ്മച്ചിക്ക് ഒരുപാട് ലോകം കണ്ടതാ. അമ്മച്ചി കറണ്ടില്ലാത്ത കാലത്ത് ജീവിച്ചതാ. ഇപ്പം എന്തൊരു ടെക്നോളജി വലുതായി. ആ ടെക്നോളജി വലുതാകുന്നതെല്ലാം അമ്മച്ചി കണ്ടു വളർന്നതാണ്. ആടിനെ വളർത്തിയപ്പോഴും കോഴിനെ വളർത്തും എല്ലാ ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റ പൈസ കളയാതെ ദൈവം കാത്തിരുന്ന് സൂക്ഷിച്ച് നമ്മളെ സൂക്ഷിക്കണമല്ല ദൈവത്തിൻ്റെ. നമുക്ക് ഇത്ര സ്ഥലം മേടിക്കാനകത്ത് എൻ്റെ മക്കൾക്ക് ഭാഗിച്ച് സമാധാനമായിട്ട് കിടക്കാനുള്ള. ആടിന് ചുറ്റും വീട് തീർത്തോണം. കല്യാണത്തെ കുറിച്ച് പറയണമെങ്കിലേ, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടപ്പോഴാണല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഈ കല്യാണത്തിൻ്റെ ഈ ഒരു വാർത്ത ഫോട്ടോ ഇത്രയും ആൾക്കാരിലേക്ക് എത്തുമെന്ന്. എനിക്ക് തോന്നുന്നു മെയിൻ മാധ്യമങ്ങളടക്കം ഓൺലൈൻ മീഡിയ അടക്കം എല്ലാവരും തന്നെ 2 ദിവസവും ഇതൊക്കെ തന്നെ. ഭക്ഷണമല്ലേ അത് കൊടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേരിലേക്ക് എത്തി. ഇപ്പം എനിക്ക് ഉത്തരവാദിത്വം കൂടി. എല്ലാവരും കല്യാണം വിളിക്കണം, എനിക്ക് എല്ലാവരും വിളിക്കാൻ പറ്റില്ല. എവിടെ പോയാലും ഇപ്പൊ സാധാരണക്കാരാണ്. എങ്കിലും ആളുകൾ വരും കേട്ടോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും പറഞ്ഞേക്കണ മരിയ കല്യാണം വിളിക്കണോട്ടോ, അങ്ങനെ കല്യാണം വിളിക്കണോട്ടോ. നല്ലൊരു ഇവന്റ് ടീമിനെ ഏൽപ്പിക്കണം. എല്ലാവർക്കും ഞാനും വാക്കുകൊടുത്തിടാ. എത്ര പേര് ഉണ്ടാവുന്നു എല്ലാരും പറയണത് സെലിബ്രിറ്റികളെ എല്ലാരും കാണാൻ വേണ്ടി വന്നു. ഞാൻ എനിക്ക് പേടിയാ. അല്ല അത് പറഞ്ഞപ്പോൾ തമിഴിലൊക്കെ വിജയൊക്കെ വരുമോ അല്ലേ? അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കളിയാക്കില്ല, സീരിയസ് ആയിട്ട് ചോദിച്ചാട്ടോ. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് എനിക്ക് 10 വർഷമായി. ഇപ്പൊ വിജയ് സാറ് തന്നെ എന്നെ മറന്നിട്ടുണ്ടാവും. ഡയറക്ടർ ഒരിക്കലും മറക്കൂല എന്നെ. അപ്പൊ ആ സമയത്ത് എനിക്ക് വിജയ് സാറിനായിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. എന്റെ പേരൊക്കെ അറിയാമായിരുന്നു. അഭിനയിക്കുന്ന സമയത്തല്ലേ അറിയാലോ, വലിയ സ്റ്റാറുകളൊക്കെ അല്ലേ അവര്. അവരുടെ നമ്പറൊന്നും എനിക്ക് തന്നില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ നമ്പർ തന്നായിരുന്നു, മാനേജർ പോലെ നോക്കുന്ന. എൻ്റെ ഇത് കാണാറുണ്ട് ഇപ്പോഴും, എൻ്റെ സ്റ്റാറ്റസ് വാട്സാപ്പിലാണ്. ഞാൻ തീർച്ചയായിട്ടും ഒരു ശ്രമം നടത്തും. ഞാൻ വിജയ് സാറിന് ഒരു ലെറ്റർ കൊടുക്കാനുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒത്തിരി നടന്മാരുടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നായകനായിട്ട് അഭിനയിച്ചില്ലെന്ന് അറിയാലോ, ഗുണ്ടായിട്ട് അഭിനയിച്ചിരിക്കണം. എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ ആ കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപ്. അവരെയൊക്കെ കാണാനുള്ള ശ്രമം ഞാൻ നടത്തും. ഈ കല്യാണമല്ല എൻ്റെ വരാൻ വേണ്ടി ഞാൻ വരുത്താൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഇത്ര വലിയ ആർട്ടിസ്റ്റൊന്നും വരില്ല. അവരൊക്കെ നമ്മളെ കുഞ്ഞു വേഷം ചെയ്തേക്കാണ്. ചിലപ്പോൾ എന്നെ അറിയാം അവർക്ക്, എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാവർക്കും അറിയാം. ഞാൻ അത്ര ഫ്രണ്ട്ഷിപ്പല്ല അവരുമായിട്ടൊക്കെ. ഞാൻ സ്റ്റാർ മാജിക്കിൽ വന്ന കുറേ ആർട്ടിസ്റ്റ് ഗസ്റ്റായിട്ട് വന്ന ആൾക്കാരായിട്ടൊക്കെയാണ് കൂടുതൽ ബോണ്ടിങ് ഉള്ളത്. പക്ഷേ ദിലീപേട്ടനായിട്ടൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ നമ്മൾ ചെന്ന് കല്യാണം വിളിക്കുമ്പോൾ അവർ വരുമെന്നൊന്നും സാധാരണക്കാരൻ്റെ ഒരു ഗുണ്ടയൊക്കെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലൊക്കെ അവർ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിളിക്കുന്നത് നമ്മളുടെ മര്യാദ. ഞാൻ എല്ലാവരെയും വിളിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്നെ അറിയുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റായിട്ട് വരുന്നതും അല്ലാതെ ഞാൻ സിനിമയിൽ എനിക്ക് 100ഓളം പടങ്ങളിൽ ഞാൻ പണ്ട് കൊണ്ടുപോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് സ്റ്റാറുകളുടെ പടത്തിലാണ്. അവരെയൊക്കെ ഞാൻ 15-20 ദിവസമൊക്കെ കാണുമായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്.
അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും വേറെ, ഞാൻ കഴിക്കുന്നത് വേറെയായിരുന്നു ആ സമയത്ത്. എന്നാലും ഞാൻ അവരുടെ കൂടെ നിന്ന് അഭിനയിക്കുന്ന ആളാണല്ലോ. അല്ല ഇത് ഞാൻ ഇത് കണ്ടിട്ട് ആളുകൾ വിളിച്ചായിരുന്നു, ഒത്തിരി ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ വിളിച്ചായിരുന്നു. ടിനു ടോം, ജയസൂര്യയൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്രു, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ശ്വേതാമേനോൻ, ഇന്നിപ്പോൾ അമ്മയുടെ പ്രസിഡന്റ്, ഇത്ര വലിയ പദവിയിലിരിക്കുന്നതാണ്. അമ്മച്ചിന് ഭയങ്കര ഇഷ്ടമുണ്ട് ശ്വേതാമേനോന്. എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ ആർട്ടിസ്റ്റ് ഒരു കമൻറ്റ് ഇടണമെങ്കിൽ ശ്വേതാമേനോൻ. അത് ഞാനിപ്പോഴും ചിന്തിക്കുന്നതാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരന് ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഫോട്ടോയിലൊക്കെ ഒരു കമൻറ്റോ ലൈക്കൊക്കെ ചെയ്യണമെങ്കിൽ ഞാനത് കാണുമ്പോൾ എനിക്കൊരു നോക്കിയിട്ട് എനിക്ക് സന്തോഷം. ഇവർ കമൻറ്റ് ഇട്ടല്ലോ. അന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ പോസ്റ്റ് കാണുന്നുണ്ട്. അവർക്കൊന്ന് ഒരു പേരിലൊരു കുത്തുകുത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ഞാനവരൊക്കെ ഇടാറുണ്ട്. ഭക്ഷണം കൊടുക്കാതെ ഇതുണ്ട്. ശ്വേതാമേനോന് എനിക്കൊരു വോയിസ് കിട്ടുന്നുണ്ട്. വോയിസാണ് വിട്ടേക്കണം. ഞാനൊരു റീൽ പോലെ ആക്കിയത്. വിനീഷേ, ഒരുപാട് സന്തോഷം ചക്കരേ. ഇങ്ങനെ ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ് ഈ അമ്മയുടെ മുഖവും എല്ലാം. അയ്യോടാ, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. വിനീഷ, അങ്ങനെങ്കിലും ഒരു നല്ല ജീവിതം ദൈവമേ നിങ്ങൾക്ക് തരണേ രണ്ടുപേർക്കും. കുട്ടീനോടും പറയൂ, ഓക്കെ, അന്വേഷണം അയക്കണേ കേട്ടോ. വെരി 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 ഹാപ്പി ഫോർ യു. എന്താ പറയണ ഉത്തരം പറഞ്ഞേക്ക്. ശ്വേതാമേനോൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. അവിടെ നോക്കി പറഞ്ഞേക്ക്. ശ്വേതാമേനോൻ്റെ ഈ സന്തോഷത്തിന് ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ നന്ദി പറഞ്ഞിരിക്കുന്നു. ഇവർക്കിടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശരി, കല്യാണം എന്നാണെന്നുള്ള ഡേറ്റ് അറിയിക്കാം. അന്നേ ദിവസം കല്യാണത്തിന് വന്ന് ഞങ്ങളെയും വധുവരന്മാരെയും സന്തോഷിപ്പിക്കുക. എന്ത് പരിപാടിയാണ് മാറ്റി വെച്ചിട്ട് അമ്മച്ചി ചേച്ചിയുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്. ഒത്തിരി പരിപാടി ക്ഷേത കല്യാണമൊക്കെ വിളിച്ചാറ്. എന്റെ മക്കളുടെ കല്യാണത്തിന് വിളിച്ചില്ല. അന്ന് ഉത്സവത്തിന് വേണ്ടി മാത്രം വന്നതാണ് ക്ഷേത. ആ കാര്യത്തില് സ്നേഹത്തിന്റെ കാര്യത്തിലും ക്ഷേതയ്ക്ക് ഇത്തിരി നീണ്ടൊരു മെസ്സേജ് വിട്ടത് ശ്വേതാമാമ. അത് ഭയങ്കര സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പറയാമോ എന്ത് പരിപാടിയാണെങ്കിലും മാറ്റി വെച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ശരി, എന്തെല്ലാം പരിപാടി ഉണ്ടെങ്കിലും ശരി, ഈ എളിയവളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ എളിയവൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ വന്ന് കല്യാണം സന്തോഷമാക്കി തന്നെ വധുവരന്മാരെ സ്വീകരിച്ച് ആ സന്തോഷം അവർക്കും പകരുക. തെറ്റാണ്. എല്ലാം കറക്റ്റാ. അത് ക്ഷേതയ്ക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. ക്ഷേതയിലേക്ക് ഇത് എത്തും. ക്ഷേത വരുന്ന ഒരാളാണ്, അതിനൊന്നും മാറ്റമില്ല. അല്ലെങ്കിൽ ഇത്രയും നീട്ടിയ ഒരു ബിനീഷോടും അമ്മച്ചിയോടുള്ള ഇഷ്ടമല്ല ഇത്രയും നീട്ടിയ ഒരു മെസ്സേജ് ഇട്ടേക്കണത്. അത് തന്നെയാണ് ഒരു ബന്ധങ്ങളാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ആത്മാർത്ഥ ബന്ധങ്ങളുള്ളപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അത് ഇത്ര ഉയരത്തിലിരിക്കുകയാണെങ്കിലും എളിമയുണ്ട് ധാരാളം. മറ്റുള്ളവർക്ക് അത്ര എളിമ കണ്ടിട്ട് തോന്നണില്ല. ഇതിന് വളരെ എളിമയാണ്. എല്ലാവരുടെയും നയിച്ചിന്. പിന്നെ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രത്തിന് എല്ലാവരും നിയന്ത്രിച്ചിട്ടുള്ള പ്രത്യേക കഴിവുണ്ട്. ദേഷ്യം കാണിക്കാതെ ആരെല്ലാം എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞു. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല അല്ലേ? അനുമോളൊപ്പം കാണണ്ടേ? ഇടയ്ക്കൊക്കെ കാണുന്നില്ല. അനുമോളെ അറിയാം, മറ്റു ബിഗ് ബോസ് ഒന്നും കാണാറുന്നില്ലേ? അനുമോളിനെ അറിയാം. പിന്നെ അനുവിനെ അറിയാം. ആര് വിന്നർ ആവണം? അനുണ്ട്, അനുമോളുണ്ട്. ആര് ജയിക്കണം? അനുവദിക്കട്ടെ. അനുവിനെ അമ്മച്ചിക്ക് ഭയങ്കര, അമ്മച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, വാട്ട് കൊടുക്കല്ല. എന്താ നമ്മളെ കാണാൻ ശരിയാക്കി തരാതെ വോട്ട് കൊടുക്കൂലെന്ന്. അത് ബിഗ് ബോസിന്റെ ഞാൻ അപ്പുറത്തായിട്ട് വേണമെങ്കിൽ കാണാൻ നിർത്തിയാലും എനിക്ക് അപ്പുറത്തായിട്ട് വേണം. ബിഗ് ബോസിന്റെ വോട്ട് ചെയ്തായിട്ട് ഒരു ബന്ധമില്ല. എന്നാ ശരി. അറിവില്ലാത്ത എനിക്ക് വല്ലതും അറിയാമോ? അല്ല, എന്തൊരു ഇന്നസെന്റ് ആണ് അമ്മച്ചി എന്നുള്ളതാണ്. കാറ് വൃത്തിയാക്കാതെ വോട്ട് ചെയ്യില്ല കേട്ടോ. പ്രോഗ്രാം കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഓട്ടുണ്ട്. പ്രോഗ്രാമിന്റെ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഞങ്ങളുടെ വീട്ടിൽ ആരാധകര അമ്മച്ചി ഷാലോൺ ടി വി മാത്രമേ വെക്കുള്ളൂ അല്ലേ? മിക്കവാറും. പിന്നെ ഇപ്പോഴത്തെ പടങ്ങളെല്ലാം കാലുവെക്കും കൈവെക്കും കരാട്ടാണ് സിനിമ. രണ്ടാമത് ആണുങ്ങൾ എത്രയോ അരി ഒഴിച്ച് കൊണ്ടുവന്ന് കൊടുത്താലും പെണ്ണുങ്ങൾ ആണുങ്ങൾ വില വെക്കില്ല. ആണുങ്ങൾ കൊണ്ടുവന്നിട്ടുമാണ് ഇവർക്ക് നാട്ടിന് മുമ്പേ പ്രസക്തിയായിട്ട് നടക്കാൻ. പക്ഷേ അവർക്കൊരു വിലയില്ല. പൈസ എടുക്കണമെമ്പോൾ അവർക്ക് വഴിക്ക് പോകലാണ്. എല്ലാമേ അത് ഞാൻ ഒരു പ്രസംഗം കേട്ടിരിക്കുന്നത്. ഒരു പ്രസംഗം കണ്ട അമ്മ കരയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാവും.
പക്ഷെ അച്ഛൻ കരയുന്ന മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടായി. അച്ഛന്റെ എരിയുന്ന മനസ്സ് കണ്ടിട്ടുണ്ടാവില്ല. ഉള്ളിലെ അച്ഛൻ വേദന. മാറി നിന്നായിരിക്കും കരയുന്നത്. ഉള്ളിലെ വേദന, വാക്കുകളുടെ വേദന, മക്കൾ വേദനിപ്പിക്കണത്, ഇതെല്ലാം അപ്പ. അമ്മയുടെ ഭാഗത്ത് 6 മക്കളുണ്ടെങ്കിൽ 5 പേരും അമ്മയുടെ ഭാഗത്തുണ്ട്. അപ്പൻ്റെ ദുഃഖം ആര് മനസ്സിലാക്കും? പക്ഷെ അപ്പം നടന്ന് തേടിക്കൊണ്ടുവന്നാലേ ഇവിടെ ഉള്ളൂ അല്ലേ? ആ അപ്പനെ വില വെക്കാൻ മിക്ക സിനിമയിലും നാടകത്തിലും സീരിയലിലൊക്കെ അപ്പന് വില ഉണ്ടായില്ല. പെണ്ണുങ്ങൾ തകർത്ത് നടക്കും. അതാണ് എൻ്റെ അപ്പച്ചനെ, എൻ്റെ ഭർത്താവിനെ ഞാൻ അപ്പച്ചനെന്ന് വിളിക്കുന്നത്. വീട്ടുകാരനും നമ്മളെ സൂക്ഷിക്കാനും രക്ഷിക്കാനും എല്ലാത്തിനും കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഭർത്താവാണ്. അപ്പം എല്ലാം മംഗളമാകട്ടെ. ഈ കല്യാണം കഴിഞ്ഞിട്ട് മരുമോള് വന്ന് കയറി വീടിൻ്റെ ഒരു വിളക്കായിട്ട് ഇവിടെ ഇനി കാണാം. വരുമ്പോഴും ഇനി അമ്മച്ചിയുടെ ചിരിയും സന്തോഷവും എല്ലാം ഇങ്ങനെ തുടർന്നും. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു മരുമോളാണ്. മരുമോൾക്കും അമ്മച്ചി അത്രയും ഇഷ്ടമാണ്. അതിനാണ് 5 വർഷം ഒരു കാത്തിരുന്നത്. അമ്മച്ചിയെ ഒന്ന് ലാളിക്കാൻ വേണ്ടി ഇത്ര വർഷം കാത്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അമ്മച്ചിയോടാണ് ഇഷ്ടം. വിനീഷിനും കൂടുതൽ ഇഷ്ടം അമ്മച്ചി. അമ്മച്ചിയെ സ്നേഹിക്കാനാണ് വരുന്നത് കേട്ടോ. ഈ മനുഷ്യരെക്കാളും കൂടുതൽ സ്നേഹം എന്നെ കാത്തിരുന്ന് ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നത് ഒരു മകനാണ് സുരേഷ്, രണ്ടാമത്തെ മകൻ. ഇവനൊക്കെ അങ്ങോട്ട് പോകും. ഇവനാണ് ഇപ്പം പോകുമ്പോൾ ഞാൻ പറയടാ, ഇവർ പാട്ട് വെച്ച് പഠിക്കണം. അവർ പാട്ട് വെച്ചില്ല, കിഴക്കെല്ലാം ആരുമില്ല. ടീച്ചറും വീട്ടിൽ പോയിക്കണം. അപ്പം ഞാൻ ഒറ്റക്ക നേരത്തെ തന്നെ ഉണ്ടാകും. 10 മണിക്ക് വരും. അല്ലെങ്കിൽ ഇതിങ്ങനെ രണ്ടുപേരും വിളിക്കും. താമസിച്ചിട്ട് എന്നെ വിളിക്കും, ഒന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടോട്ടെ അമ്മച്ചോട് ഒറ്റക്കാൻ. അപ്പം ഞാൻ പറയും ഞാൻ നോക്കിക്കോളാം. രണ്ടുപേരും വിളിക്കും. ഒരു അമ്മച്ചിക്ക് ഇനി ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഇനിയുള്ളത്? ഇപ്പം മകൻ്റെ കല്യാണമായി, ഇനി രണ്ടാമത്തെ ആളുടെ കല്യാണം നടക്കണമെന്നില്ല, അതും കൂടെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ആഗ്രഹം. അതുങ്ങളെ മാറ്റി വെച്ചിട്ടുള്ളൊരാഗ്രഹം, ആ ഒരാഗ്രഹം കൊണ്ട് ഇവിടെ നടന്ന് കട്ട പിരിച്ചിട്ട്. നേരത്തെ ഇവിടെ കട്ടയൊന്നും ഇല്ലായിരുന്നു, കൽപ്പടിയായിരുന്നു. അതേസമയം ഞാൻ ഓർക്കും ജീവിതം ഉണ്ടെങ്കിലും നമുക്കൊരു മരണമുണ്ട്. ആ മരണസമയത്ത് ഇതിനകത്തുനിന്ന് പുറത്ത് കിടത്തണമല്ല. അപ്പം ഈ കട്ട പിരിച്ച ആളുകൾക്ക് വന്നിരിക്കാം. 2-3 കസേര കിട്ടാൽ കുറച്ച് നേരം ആൾക്കാർ എൻ്റെ അടുക്കലുണ്ടാവും. എന്നെ അമ്മച്ചി ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഓർമ്മ വെച്ചാലും തുടങ്ങി. ഞങ്ങൾ അടക്കം ചെടിയിലാണ് നടന്ന് കയറിയേക്കണം, വീട്ടിലേക്ക് കയറിയേക്കണം. പണ്ട് ചവിട്ടിക്ക് പോലും നമ്മൾ പഞ്ചസാര ചാക്കാറിനിട്ട് വെച്ചത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിൽ. ഞാൻ ടൈൽസ് ഒരുപാട് സ്ഥലത്ത് വിരിച്ചിട്ടുണ്ട്. ഞാൻ കട്ടയൊക്കെ എല്ലാ വീട്ടിലും പോയി കട്ട വിരിച്ചു കൊടുക്കും. എൻ്റെ മനസ്സിൽ പോലും എൻ്റെ വീട്ടിൽ ഞാൻ കട്ട വിരിക്കുമെന്ന്, വേറെ ആളെ കൊണ്ട് വിരിപ്പിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ബ്രദർ വീട് വെച്ചിട്ട് കട്ട വിരിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ അമ്മച്ചി ആ കട്ടയിലിങ്ങനെ നടന്ന് അഴുക്കില്ലാത്ത കാലം ഇങ്ങനെ കയറി വരുന്ന ഒരു വിഷലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട വിരിച്ചത് അമ്മച്ചിയുടെ മനസ്സിൽ അതുകൊണ്ടല്ല, പുറത്തെ ആൾക്കാർക്ക് വൃത്തിയായിട്ട് വന്ന് നിൽക്കാൻ വേണ്ടി. അത് അമ്മച്ചി പറഞ്ഞ വാക്ക് ഭയങ്കരമാണ്. മരിച്ചിട്ടൊന്ന് അടുത്ത് കിടത്തണില്ല, അവിടെയാണ് കസേര ഒന്ന് ആളുകൾക്ക് ഇരിക്കുന്നത്. ആഗ്രഹങ്ങളോ അമ്മച്ചിയുടെ ആഗ്രഹം, ചെറിയ ആഗ്രഹങ്ങൾ ഇതൊക്കെ കേട്ടോ. അത് മതി സാധിച്ചെന്നല്ല, ദൈവം അനുവദിച്ചാലും ഇവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് അതിനോട് ഇട്ട്. അമ്മച്ചി പറഞ്ഞു ജനിച്ചാൽ എന്തായാലും മരിക്കും, പക്ഷെ മരണം നമ്മൾ വിളിച്ചു വാങ്ങുന്നില്ല. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് മരിക്കും. തെക്കായാലും വടക്കായാലും അമ്മയെ സ്നേഹിക്കുന്ന ആളുകൾ ലോകം മൊത്തമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഇനി എത്ര നാൾ കഴിയുമ്പോഴാണല്ലോ? 10-200 വയസ്സ് കഴിയും. അശോ പാടില്ല. നമ്മൾ കഷ്ടപ്പെടും, മക്കളും കഷ്ടപ്പെടും. നോക്കാൻ പറഞ്ഞ ആൾക്കാർ ആ സമയത്ത് ഇവരാരും ഇല്ല, ഈ അമ്മനാണോ ഒറ്റക്ക് നോക്കാൻ ആരുമില്ല. ആ പരാതി കൂടി ഇവരാക്കണം. അത് നല്ല സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവനോടെ ഒന്ന് കിടത്താതെ ജീവിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മച്ചി ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, ചുറുകൂടി. മോള് പറഞ്ഞ പോലെ പണ്ടത്തെ മഞ്ജുവാര്യരാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ശരി, സന്തോഷമല്ലേ? സന്തോഷം. ആ മുടിയൊക്കെ ഇങ്ങനെ നൈറ്റ് നടന്ന ആരെയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഇപ്പോഴും? അതൊക്കെ ഓർമ്മയുണ്ട്. അമ്മച്ചിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊന്ന് പറയാം അമ്മച്ചി. അമ്മച്ചിക്ക് ഞാൻ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അവരോടത്ത് എന്താ പറയാനുള്ളത്? ഒത്തിരി പേര് വിദേശത്ത് നിന്നൊക്കെ കാണുന്നുണ്ട്. കരയാതെ പറയുന്നില്ല. അതെനിക്ക് തന്ന അനുഗ്രഹത്തെ പറ്റി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇളയ മകൻ്റെ ബെനീഷ് ബാസിൻ്റെ വിവാഹത്തെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും വിവാഹം എന്ന് പറയണമെങ്കിൽ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഡേറ്റ് നിശ്ചയിക്കാത്ത കാരണമുണ്ട്. എൻ്റെ ഭർത്താവിനെ ഞാൻ വിളിക്കുന്ന അപ്പച്ചൻ എന്നാണ്. അപ്പോൾ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മകൻ പെട്ടെന്ന് മരിച്ചു. പെട്ടെന്നുള്ള മരണമായിരുന്നു. അത് കാരണം 6-ാം മാസം കഴിഞ്ഞവരെ ഞങ്ങളിവിടെ കാത്തിരിക്കരുത്. ഈ ജാനുവരി 29-ാം തീയതി വരുമ്പോൾ 6-ാം മാസം, 2-ാം മാസത്തിൽ ഞങ്ങൾ വിവാഹം നടത്തും. ആ വിവാഹം വധുവരന്മാരായിരിക്കും അവരപ്പോൾ ആ സമയം.
ആ സമയത്ത് നിങ്ങളെല്ലാവരും ബെനീഷ് ബാസിൻ്റെ കല്യാണത്തിന് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏത് അസൗകര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വന്ന് അവനെ അനുഗ്രഹിക്കുക, അവന് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാൻ നിന്നെ പ്രാർത്ഥിക്കാം. ഒപ്പം ഞാനൊരു നല്ല ഒരമ്മായിമ്മയാകാനും പ്രതീക്ഷിച്ച് സമീപിക്കാനും അനുഗ്രഹിക്കുക. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അമ്മയാണ്. എനിക്കിഷ്ടമല്ല അമ്മായിമ്മ എന്നാണ്. അമ്മയെന്ന് പറയുന്നത് അല്ലേ? അല്ല ഇപ്പൊ എല്ലാവരും കല്യാണം വിളിച്ച് എത്ര പേര് വരുന്നില്ല അറിയാം ഇപ്പൊ. സ്കോട്ട് ഉണ്ടാവും. അല്ല 5 അപ്പം കൊണ്ട് വീണ്ടും വീട്ടുണ്ടെങ്കിൽ അല്ലേ 5 അപ്പം കൊണ്ട് എങ്ങനെയാണ് ബൈബിൾ പറയുന്നുണ്ട്? 5000 പേർക്ക് കൊടുത്ത് എന്നിട്ട് ബാക്കിയുണ്ടായി. എന്നിട്ട് ബാക്കി വന്നു 12 വട്ടം ഇറച്ചി പുരുഷന്മാരെ മുഴുവൻ ഉണ്ടായി. ഭക്ഷണം കഴിക്കാൻ പുരുഷന്മാരെ മുഴുവൻ ഉണ്ടായി. ആ വിശ്വാസം നമ്മുടെ എത്ര പേരോടും കയറി വന്നോട്ടെ. മക്കളെ കയറി വന്നു. അമ്മച്ചി ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇനി എല്ലാരും വരുന്നുണ്ടോ? ഇനി എന്നോടൊന്നും പറയണ്ട. ഇവിടുത്തെ കഴിഞ്ഞാലും നമുക്ക് അപ്പത്തിന് പാട്ടില്ലാണ്ട് വിളിച്ച് പറയാല്ല, കിട്ടുമല്ല. അമ്മച്ചി സന്തോഷവതിയാണ് കേട്ടോ. അമ്മച്ചിയുടെ സന്തോഷമാണ് ഈ പങ്കുവച്ചത്. വിനീഷ നമ്മള് കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും എനിക്ക് തോന്നില്ല. നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അമ്മച്ചിയുടെ നല്ല വാക്കുകൾ. അപ്പം നമ്മളൊക്കെ ഉണ്ടാവും അമ്മച്ചി. വിനീഷിന് ഓരോ വളർച്ചയ്ക്കും നമ്മളൊക്കെ കൂടെ നിന്നിട്ടുണ്ട്. വിനീഷ് പണ്ട് തൊട്ട് ഞാൻ അറിയുന്ന ആളാണ്. വിനീഷ് സിനിമയിലേക്ക് വരുന്ന കാലം തൊട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചത്. ടീമിൽ നിന്നല്ലാതെ നമ്മൾ വിളിച്ചിട്ടില്ല, പേര് വിളിക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ച് പല സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷേ വിനീഷിന്റെ വളർച്ച കാണുമ്പോൾ മനസ്സിന് സന്തോഷം മാത്രമേ ഉള്ളൂ. വിനീഷ് ഇനിയും വളരേണ്ട ഒരു കലാകാരനാണ്. വളർച്ചയെന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ല. അവരൊരു ഭവനം വെച്ചാൽ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ. അമ്മയുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ ടീമും പോകും, ഒന്നും ഇല്ലെങ്കിൽ ടീം പോകും, ബെനീഷ് പോകും. എന്താടാ കാണാനില്ലല്ലോ പുറത്താട്ട്. ബെനീഷിനെ കാണാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പം ബഹുമാനത്തോടെ ബെനീഷ് വാസിരുന്നവർ. ഇത് കഴിയുമ്പോൾ എന്താണ് പുറത്താട്ട് കാണാനില്ലല്ലോ. ആ ബഹുമാനം കളയാതിരിക്കുന്നത് വീട് വെക്കണം. അവിടെയാണ് സാധനം ഇരിക്കണം. എന്തെങ്കിലും കാരണം വശം വരുമ്പോൾ അവന് വീട് പോലും ഇല്ല, അവൻ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കണം. അത് പറയിപ്പിക്കാൻ വേണ്ടി ഇവനത് തുടങ്ങി വെക്കണം പരിപാടി. അമ്മയുടെ മാൻ്റെ അടുത്ത് പറഞ്ഞ കൽപ്പിക്കുന്ന സാധനം കേട്ടോ. അല്ല ഞാൻ ഇത്രനാള് നടന്നതിന് വേണ്ടിയാണല്ല. ഞാനിപ്പോൾ പല സ്ഥലങ്ങളും ഉദ്ഘാടനം ചെയ്യാനും അഭിനയിക്കാനൊക്കെ പോയത് കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ചേക്കുന്ന വീടിന് വേണ്ടി തന്നെ. അതെടുക്കരുത് ഞാൻ പറഞ്ഞിട്ട് എത്രയല്ല അതെടുക്കാനും പാടില്ല. വീട് വെക്കാൻ എടുക്കണ്ടേ? വീട് വെച്ചെടുക്കണം. ചെറിയൊരു വീട് ഇതുപോലത്തെ. ഈ മക്കളുടെ കല്യാണം നടത്തിയല്ല ഒരു പൈസയോട് പലിശ കൊടുത്തില്ല, കടവും ഇതുവരെ ഇന്ന് വരെയുള്ള ജീവിതം ദൈവത്തിന്റെ സഹായത്തിൽ വരെ ആരോടും ഇന്നും കടം മേടിച്ചു ലോൺ കൊടുത്തിട്ടില്ല. ദൈവ സഹായത്തില് ഇതുവരെ നടന്നുകൊണ്ട് ആ ദൈവം തന്നെ നമ്മളെ സഹായിക്കും. ആ ദൈവം തന്നെ സഹായിച്ച് അടുത്ത വീട്ടില് ദൈവം അനുസരിച്ച് നമ്മൾ വന്ന് ഇങ്ങനെ ഒന്നിരിക്കും മരുമോളൊക്കെ ആയിട്ട്. അവിടെയാണ് ബെനീഷിന്റെ വില അറിയണത്. മനസ്സിലായല്ലോ, അവിടെ വില അറിയണത്. വീടില്ലാത്തടത്തോളം ഒരു വില ഉണ്ടാവില്ല. ഇപ്പൊ കാണുന്ന മാജിക്ക് സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കല്യാണം നടക്കാൻ പോണി ഏറ്റവും വലിയ വർഷം വീടായിരിക്കും. വീട് വേണം, വീട് വേണം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയം ദൈവം നമുക്ക് തന്നുണ്ട്. നമ്മളായിട്ട് സമയം ഉണ്ടാക്കണം. നമുക്ക് ഉദ്ദേശം ലക്ഷ്യം വേണം. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. നമുക്ക് ഇനി ഭക്ഷണം കൊടുക്കാം. ഇത് എന്തൊക്കെയാ കറി? ഇത് എന്തൊക്കെയാണ് ഐറ്റം പറഞ്ഞേ? അത് എരിവരച്ചി. ഇത് എരിവരച്ചി. ഇതെല്ലാം അമ്മച്ചി ഉണ്ടാക്കി വെക്കണല്ലേ? രാവിലെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാ. നമുക്ക് ഒന്ന് അമ്മച്ചി എടുത്തു തരുമോ? അമ്മച്ചി ഒന്ന് എടുത്തു തന്നെ എനിക്ക്. അമ്മച്ചി ഇച്ച് കറി ഇട്ടു തന്നെ. സ്വല്പം മതി അമ്മച്ചി. തിന്നാനായിട്ട് ഉണ്ടാക്കിയാ. ഇതിന്റെ കൂടെ എന്താ ഇടണ? അപ്പാണോ? ഇതാണ് നല്ലത്. ഇടിയപ്പം. സൈഡിൽ വെച്ചോ, സൈഡിൽ വെച്ചോ. ആ എരിവേറി മീനല്ലേ? മീനല്ല, അതും ബീഫാണോ? ചേട്ടൻ ഒന്ന് കഴിച്ചിട്ട് പറ. അമ്മച്ചി പോലെ ആദ്യം ചെറിയ ബീഫ് കഴിച്ചത്. ഇനി ബീഫ് എന്തായാലും കൂടി കഴിക്കും.
ഇത് വലിയ കഷ്ണം എടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് അറിയുള്ളൂ. കഷ്ണം കണ്ടേ അത് കഴിക്കും. അമ്മച്ചേ ഇതോ, ഈ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ പഠിക്കല്ല വേണ്ട, നിങ്ങൾ പഠിക്കും വേണ്ട. അതുകൊണ്ടല്ലേ ഗംഭീരാട്ടോ. ഇന്നാണ് ഇവിടെ വന്നവരൊക്കെ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അതെ, ഇരുന്ന് കഴിച്ചോ. എല്ലാവർക്കും ഉണ്ട്, നമ്മളെ ക്യാമറമാൻമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ. അമ്മച്ചി ഗംഭീരാട്ടോ. നന്ദി, ദൈവത്തോട് നന്ദി. ദൈവത്തിനും നന്ദി. അമ്മച്ചി കഴിക്കൂല, നമ്മൾ കഴിച്ചിട്ട് കൊള്ളാന്ന് പറയുമ്പോ അമ്മച്ചിക്ക് സന്തോഷം. അത് മതി അല്ലേ? നേരത്തെ ഒരുപാട് കുട്ടികൾ ഇവിടെ വരി പറഞ്ഞു അപ്പൊ 10-20 പിള്ളേരുണ്ടാവും. എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി ഭക്ഷണം കൊടുക്കുന്നു. എനിക്ക് അവർ കഴിക്കുന്നത് എൻ്റെ ഒരു സന്തോഷം. അപ്പൊ എൻ്റെ വയറുവേദന. അപ്പൊ നമുക്ക് കഴിക്കാം.